നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ആരെങ്കിലും എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നൊരു ഫീച്ചർ. അതായത് പല ആളുകളും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് ഗൂഗിളിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ വാട്സപ്പിൽ ആരോടെങ്കിലും ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ നമുക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെയാണ് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്ത് ടൈപ്പ് ചെയ്താലും അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നൊരു ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തുന്ന ആളുകൾ, കാമുകന്മാരുടെ കാര്യത്തിലൊക്കെ തമ്മിൽ ജാഗ്രത പുലർത്തുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി മൊബൈൽ ഫോണിൽ സൗകര്യമില്ല, പക്ഷേ ചെറിയൊരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ടൈപ്പ് കീപ്പർ എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഈ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പൂർണ്ണമായി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ അവസാനത്തിലെത്തുമ്പോൾ ഇവിടെ ആക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഓപ്ഷൻ കൂടെ കാണും അവിടെ തന്നെ ഓപ്പൺ ആയി വരുന്നത്, ഓപ്പൺ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഒരു ആക്സസിബിലിറ്റി പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡ് ആപ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പ് ഇവിടെ കാണും. ആ ആപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആ ഒരു ആപ്പിലേക്ക് എത്തുക. ഇവിടെ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോപ്പപ്പ് ഓപ്പൺ ആയി വരും. കൺസെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യാണ്. ഗൂഗിൾ സെർച്ച് ബാറിൽ ഞാൻ കുറച്ച് അക്ഷരങ്ങൾ എന്തെങ്കിലുമൊക്കെ വേർഡുകളൊക്കെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഞാനത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു, ആ വേർഡ് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഞാൻ എന്ത് കാര്യം സെർച്ച് ചെയ്യുന്നോ അതിന് നമുക്ക് ആപ്പിലൊന്ന് കയറി നോക്കാം, അതവിടെ കാണും. അതായത് നമ്മൾ എന്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്താലും അത് ഈ കീബോർഡിനകത്ത് കാണും. ഇപ്പോൾ കാണാൻ സാധിക്കും ക്രോമിൽ ഞാൻ ടൈപ്പ് ചെയ്ത് എത്രയാണെന്ന് കാണുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിന് ആ സമയത്ത് എത്രയാണ് ബാറ്ററി ഉള്ളതെന്ന ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട്. ഏത് ദിവസമാണെന്ന് ടുഡേ എന്ന് കാണും, നാളെ ആണെങ്കിൽ നാളത്തെ ഡേറ്റ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇനി ഞാൻ വാട്സപ്പിൽ ആർക്കെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യാണ്. ഞാനിവിടെ വാട്സപ്പിൽ എൻ്റെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്യുകയാണ്. കൃത്യമായൊന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് കാണുന്നതിന് വേണ്ടി. ഇനി ഞാനത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് കീബോർഡിൽ മാത്രം ടൈപ്പ് ചെയ്തിട്ടുള്ളൂ, എന്നാലും നമുക്കതവിടെ കാണാൻ സാധിക്കും. ഇനി ഞാൻ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഒന്ന് ഞാൻ സെൻഡ് ചെയ്തു, രണ്ടാമത്തെ സെൻഡ് ചെയ്തിട്ടില്ല വാട്സപ്പിൽ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനത് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ വാട്സപ്പിൽ ഞാൻ സെൻഡ് ചെയ്തതും സെൻഡ് ചെയ്യാത്തതും തന്നെ കാണുന്നുണ്ട്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് എന്ത് കാര്യം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി, അത് സെൻഡ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്യുകയൊന്നും വേണ്ട. കീബോർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്ത് ടൈപ്പ് ചെയ്താലും, നിങ്ങൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ ആരെങ്കിലും, ചിലപ്പോൾ ചില ആളുകൾ നമ്പർ ടൈപ്പ് ചെയ്ത് കോൾ ചെയ്തതിന് ശേഷം ആ നമ്പർ ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആ നമ്പർ കാണാൻ സാധിക്കും. ചില ആളുകൾ ചാറ്റ് മെസ്സേജുകൾ ചെയ്യും, ചാറ്റ് മെസ്സേജ് ചെയ്ത് പൂർത്തിയായതിനു ശേഷം ഡിലീറ്റ് ചെയ്യും, പക്ഷേ ഇവിടെ വന്നാൽ അത് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കീബോർഡ് ഉപയോഗിച്ച് എന്ത് കാര്യം ടൈപ്പ് ചെയ്യുന്നോ അത് മുഴുവനായിട്ട് സേവ് ചെയ്ത് വെക്കുന്നൊരു ഫീച്ചർ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.